കർമ്മ റോഡ് എന്ന് വിളിക്കുന്ന നിലയോര പാതയിൽ വരുന്ന മാറ്റങ്ങൾ, പുളിക്കക്കടവിൽ ഇപ്പോൾ നമ്മുടെ ഭരണസമിതി തുടങ്ങി വെച്ചിട്ടുള്ള അഡ്വഞ്ചറസ് ടൂറിസം, അതുപോലെ തന്നെ ഇപ്പം പുതിയ ബോട്ടിംഗ് കയാക്കിംഗ് പോലുള്ള പുതിയ ടൂറിസം, പുതിയ ന്യൂജൻ ആവശ്യപ്പെടുന്ന ട്രെൻഡിനനുസരിച്ച ടൂറിസം. പൊന്നാനി വികസനമുണ്ടായി, MLA റോഡുണ്ടായി, മറ്റേ കർമ്മ റോഡുണ്ടായി. കർമ്മ റോഡൊക്കെ ഒരു സംഭവം തന്നെയാണ്. സമഗ്ര അഴുക്കുചാലുകളും സമ്പൂർണ്ണ മാലിന്യ പ്ലാന്റും എന്ത് വില കൊടുത്തും അത് മേടിക്കണം. പക്ഷേ ഈ 10 വർഷമായിട്ടും കഴിഞ്ഞ ഭരണസമിതികൾ ചെയ്യാത്തതിൽ സത്യത്തിൽ അത് നമുക്ക് പറയാണ്ട്. കാരണം ആരുടെ തടസ്സമില്ല. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി എന്ന് പറഞ്ഞാൽ മതേതരത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നാടാണ്. അവിടെ മതനിരപേക്ഷതയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന ചില ചിത്രശക്തികളുമായി ചേർന്നുകൊണ്ട് ഭരണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പരിണതി നമ്മുടെ നാട്ടിലുണ്ടാവും. അതാണ് അതിൻ്റെ വസ്തുത. ഈ 10 വർഷം നിങ്ങളെ കയ്യിലുണ്ടായിട്ട് എന്തുകൊണ്ട് ഈ ആളുകളൊന്നും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല? അതൊരു ചോദ്യമല്ലേ? നമ്മൾ ഈ ചർച്ചയോട് പ്രധാനമായി ഉദ്ദേശിക്കുന്ന സാധനം എന്താണ് അടുത്ത 5 വർഷത്തേക്ക്?